ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന മധ്യേ ദൈവവചനത്തോടെ ധ്യാനത്തിന് വേണ്ടി ഇന്ന് നാളത്തെ ദിവസം പ്രത്യേകിച്ച് എക്യുമെനിക്കൽ സൺഡേ ആയിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ദിവസമാകുന്നു. അതിനോട് ബന്ധപ്പെട്ടാകുന്നുവല്ലോ ഇന്ന് ദൈവവചനം നമ്മൾ വായിച്ചു കേട്ടത്. വിവിധ വേദഭാഗങ്ങൾ അത് എല്ലാം എക്യുമെനിക്കൽ ഞായറാഴ്ചയുടെ ആയിട്ട് ബന്ധത്തിൽ ആണ് നാളത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് വായിച്ചത്. വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ചതായിട്ടുള്ള ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗമാകുന്നു ഈ വായിച്ചതായിട്ടുള്ള ഭാഗമെന്ന് നമുക്കറിയാം. യേശു കർത്താവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലൂടെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവപിതാവും യേശുവുമായിട്ടുള്ള ആ ഒരു സജീവ ബന്ധം വളരെ ആഴത്തിലും വളരെ അടുപ്പത്തിലും ഉള്ള ഈ ഒരു സ്നേഹബന്ധം, അതിനെ ഉദാത്തീകരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ, ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളും ദൈവവും, മനുഷ്യനും ദൈവവും അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം ജീവിക്കുന്നതായ ഒരു ലോകം അകൽച്ചയുടെ ഒരു ലോകമാണ്. ഭിന്നിപ്പിൻ്റെ ശക്തികളാണ് ഇന്ന് കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരെ അകറ്റി നിർത്താം, എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാം, എങ്ങനെ ഒരിടത്ത് കലഹം സംജാതം ആക്കാം എന്നൊക്കെയുള്ള വലിയ പരിശ്രമത്തിലാണ് ലോകം ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ തോന്നുന്ന വിധത്തിൽ അത് കുടുംബത്തിലും ഇടവകളിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ ഈ ഒരു വലിയ ഭിന്നിപ്പിൻ്റെ ആത്മാവ് കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കർത്താവിൻ്റെ ആത്മാവ് അവൻ പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രാർത്ഥനയുടെ ഈ വാക്കുകൾ, അത് സഭകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ വേദിയായിട്ടുള്ള എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ, അതിന് ഉപരിയായിട്ട് സഭകളുടെ സഭാന്തരതീതമായിരിക്കുന്ന ബന്ധങ്ങളിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഈ ലോകത്തിൽ ഈ ദിനങ്ങളിലെ നമ്മുടെ ചിന്തകൾ കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന്, കർത്താവിൻ്റെ മനോഭാവത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തി നാം ആയിരിക്കുന്ന ലോകത്തിൽ അധികമാകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനമായി ഊന്നിപ്പറയുന്ന ഒരു കാര്യം സ്നേഹമാണ് ഐക്യത്തിൻ്റെ അടിത്തറ എന്നുള്ളത്. സഭയെപ്പറ്റി പറയുമ്പോൾ സഭയൊരു വ്യവസ്ഥാപിത സംഘടന എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ അത് സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാകും. ഇന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെതിരായിട്ട് ലേഖനത്തിൽ നിന്ന് വായിച്ചതായുള്ള ഭാഗത്തൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു ഘടനയുള്ള ഒരു സഭയാണ്, അല്ലെങ്കിൽ അതിനൊരു ഘടനയുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവസുറ്റതായ ഒരു ബന്ധത്തിൽ ആധാരിതമായിരിക്കുന്ന ഒരു അനുഭവമാകുന്നു സഭ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും.
നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം പൂണ്ട് എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരുമായി തീരേണ്ടതിനും. അതുകൊണ്ട് ഐക്യത്തിൻ്റെ ഈ ഒരു അനുഭവം ലോകത്തിൽ സാക്ഷ്യത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ഉള്ളതാണ്. ഈ ക്രിസ്തു സ്നേഹം ഐക്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും വഴി നയിക്കുന്നതാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതാകുന്നു സഭയുടെ ഈ ലോകത്തിലുള്ള സാക്ഷ്യം. സഭ ഈ ലോകത്തിലായിരിക്കുന്നത് ഈ സ്നേഹത്തിൽ ആധാരിതമായിരിക്കുന്ന ഐക്യത്തിൻ്റെ സാക്ഷ്യം ലോകത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ 2022 ജർമ്മനിയിൽ കൂടിയതായ സഭകളുടെ ലോക കൗൺസിലിൽ അവിടെ ചിന്തിച്ചതായ വിഷയമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാണ് ലോകത്തെ നിരപ്പിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്നത് എന്നുള്ളതായിരുന്നു. Christ's love moves the world to reconciliation and unity. അത് സഭകളുടെ ഐക്യ കൂട്ടായ്മയായ WCCയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം മാത്രമല്ല, അത് നമ്മുടെ സാധാരണ തലങ്ങളിലും ഈ ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രേരണ നമ്മെ ഓരോരുത്തരെയും ഈ ഐക്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും ഒരാൾ മറ്റൊരാളുമായി പൊരുത്തപ്പെട്ട് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിപ്പാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ വലിയ ചിന്തകൾ നമ്മളിൽ നിറയ്ക്കേണ്ടതായ വസ്തുതയാണ്. സ്നേഹവും ഐക്യവും അത് ഈ റെക്കൺസിലിയേഷൻ്റെ ഇരുവശങ്ങളാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ആണ് സ്നേഹവും ഐക്യവും. അതാകുന്നു ലോകത്തിലെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തും. അതുകൊണ്ട് ക്രിസ്തു സാക്ഷ്യം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം, ഈ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സാക്ഷ്യം ഈ ലോകത്തിൽ നിറവേറ്റാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സഭ ലോകത്തിൽ നീതിയും സമാധാനവും ഐക്യവും പുലരുന്നതിനെ എപ്പോഴും സ്വപ്നം കാണുകയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമൂഹമാകുന്നു. ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന അതാകുന്നു. എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ രാജ്യം ഈ ലോകത്തിൽ വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നിറവേറ്റപ്പെടുന്നത് ദൈവഹിതത്തിന് അനുസരണമായി നമ്മുടെ ജീവിതങ്ങൾ രൂപപ്പെടുമ്പോഴാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത് ഈ ഒരു വലിയ നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവൻ്റെയും വക്താക്കളായി തീരുമ്പോഴാണ്. അത് എല്ലാ വിധത്തിലുമുള്ള അതിർവരമ്പുകളെയും ഉല്ലംഘിക്കുന്നതായ, അതിനെ ഓവർകം ചെയ്യുന്നതായ, അവയ്ക്കെല്ലാം അതീതമായി നിൽക്കുന്ന ഒരു സ്നേഹാനുഭവത്തിലൂടെയാണ്. അത് സഭാന്തരവും അതുപോലെ തന്നെ മതാതീതവുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഈ ഒരു സ്നേഹത്തിൻ്റെയും നിരപ്പിൻ്റെയും ദർശനം നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് ഒരു കാരുണ്യത്തിൻ്റെ സ്പർശമായി നിലനിൽപ്പാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാകുന്നു നമ്മുടെ ഇടവക ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാകുന്നു സഭ ഈ ലോകത്തിലായിരിക്കുന്നത്? സ്നേഹത്തിൻ്റെയും കരുണയുടെയും സാഹോദര്യത്തിൻ്റെയും സ്പർശമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസ്നേഹം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹമെന്ന വലിയ ഭാവം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും.
യഥാർത്ഥത്തിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ദൈവസ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വ്യത്യസ്തതയുള്ളതായിത്തീരും. അത് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന വലിയ ശക്തിയായിട്ട് തീരും. ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ മേശയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ വേർപാടിൻ്റെ നടിച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ പിതാവിങ്കിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർത്ത ആ കർത്താവിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയുടെ സാക്ഷ്യമാകുന്നു നമുക്ക് ഈ ലോകത്ത് നിറവേറ്റുവാനായിട്ടുള്ളത്. ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവിനോട് ചേർന്ന് വിശ്വാസ സമൂഹമായി, സാക്ഷ്യമുള്ള ഇടവകയായി, സമൂഹമായി ഈ ദേശത്ത് നിലനിന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് നിരന്തരം സംവദിക്കുകയും സംസാരിക്കുകയും അതിനനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ.